എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ 5ാമത്തെ ക്ലാസ്സാണെന്ന്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കർണാടക സംഗീതത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള സപ്തസ്വരങ്ങൾ, ആദി താളം, അതെങ്ങനെയാണ് അടിക്കുക, അതെങ്ങനെയാണ് നോട്ട് എഴുതുക, അതെല്ലാം നമ്മുടെ 4ാമത്തെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു. അതിനെക്കുറിച്ച് സപ്തസ്വരം 1ാം കാലം എങ്ങനെ പാടാം, 2ാം കാലം എങ്ങനെ പാടാം, 3ാം കാലം എങ്ങനെ പാടാം, അത് താളമടിച്ചിട്ട് അതിൻ്റെ ആ ഒരു കണക്കെങ്ങനെയാണ്. സപ്തസ്വരങ്ങൾ 1ാം കാലം ഒരടിക്ക് അല്ലെങ്കിൽ ഒരു താളാക്ഷരത്തിൽ ഒരു സ്വരം, 2ാം കാലത്തിൽ ഒരടിക്ക് 2 സ്വരം, 3ാം കാലത്തിൽ ഒരടിക്ക് 4 സ്വരം. ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. അത് നിങ്ങളെല്ലാവരും താല്പര്യമുള്ളവർ പാടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് സപ്തസ്വരങ്ങളിലെ 4ാം കാലം. 4ാം കാലം അതാണ് സപ്തസ്വരങ്ങളിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഏറ്റവും ലാസ്റ്റത്തെ സ്പീഡ്. 1ാം കാലം, 2ാം കാലം, 3ാം കാലം, 4ാം കാലം, 4ാമത്തെ സ്പീഡ്. അപ്പോൾ 1ാം കാലം ഒരടിക്ക് ഒരു സ്വരം, 2ാം കാലം 2 സ്വരം, 3ാം കാലം 4 സ്വരം, 4ാം കാലം 8 സ്വരമാണ് നമ്മൾ ഒരടിക്ക് വരിക. സരിഗ മപദ നിസ എന്നൊരു ബീറ്റിൽ 8 സ്വരം. സരിഗ മപദ നിസ സനി ധപ മഗരിസ, സരിഗ മപദ നിസ സനി ധപ മഗരിസ. അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ 1ാം കാലം, 2ാം കാലം, 3ാം കാലം, ഈ 3 കാലങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് പാടാൻ സാധിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് 4ാം കാലം പാടാൻ സാധിക്കുക. കാരണം നമ്മുടെ സംഗീതത്തിൽ നമ്മൾ സാധാരണ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചെയ്യാറ്, നിങ്ങൾക്ക് 1ാം കാലം, നിങ്ങൾ 2ാം കാലം നിങ്ങൾ പാടുന്നു, ഓട്ടോമാറ്റിക്കലി നിങ്ങൾ 1ാം കാലം പാടി നിങ്ങൾ കറക്റ്റ് ചെയ്തു. നിങ്ങൾ 2ാം കാലം പാടി 2ാം കാലം പാടുന്ന സമയത്ത് അതിലെന്തെങ്കിലും തെറ്റുകൾ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ 2ാം കാലം തന്നെ റിപ്പീറ്റ് ചെയ്യുകയല്ല ചെയ്യുക, 1ാം കാലത്തിലേക്ക് വരണം. അതിൻ്റെ അർത്ഥം 1ാം കാലം നിങ്ങൾ പാടുന്നത് കൃത്യമല്ല, അതുകൊണ്ടാണ് 2ാം കാലം തെറ്റിയത് എന്നാണ്. ഇനി 3ാം കാലം പാടുമ്പോൾ നിങ്ങൾക്ക് അവിടെ തെറ്റ് സംഭവിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അതിൻ്റെ അർത്ഥം 2ാം കാലം നിങ്ങൾ തറവായിട്ടില്ല എന്നാണ്. അതുപോലെ 4ാം കാലം നമ്മൾ പാടുമ്പോൾ തെറ്റുന്നു എന്നതിൻ്റെ അർത്ഥം 3ാം കാലം നിങ്ങൾക്ക് തറവായിട്ടില്ല എന്നാണ്. അപ്പം 1ഉം 2ഉം 3ഉം കാലങ്ങൾ നിങ്ങൾ കൃത്യമായി താളമടിച്ച് പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ സ്വരസ്ഥാനങ്ങൾ ആരോഹണത്തിലും അവരോഹണത്തിലും സരിഗ മപദ നിസ സനി ധപ മഗരിസ ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പാടാൻ സാധിച്ചാലാണ് 4ാം കാലം പാടാൻ സാധിക്കുക. അല്ലെങ്കിൽ നമ്മളറിയില്ല, തെറ്റ് വരും. അതുകൊണ്ട് 1ാം കാലവും 2ാം കാലവും 3ാം കാലവും നല്ലതുപോലെ പാടി 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 തറവാക്കുക. നിരന്തരം ഡെയിലി പാടുക. 1/2 മണിക്കൂർ നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റിവെക്കുക. നിങ്ങളുടെ ജോലിയുള്ളവരാണെങ്കിലും പഠിക്കുന്ന കുട്ടികളാണെങ്കിലും നിങ്ങളുടെ സമയത്തിൻ്റെ 1/2 മണിക്കൂർ മിനിമം, ഏറ്റവും കുറഞ്ഞത് രാവിലെയോ വൈകുന്നേരമോ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം ഏതാണോ ആ സമയം നിങ്ങളൊരു ടൈം ഫിക്സ് ചെയ്യുക. ഇത് മ്യൂസിക് കേൾക്കാനും പ്രാക്ടീസ് ചെയ്യാനുള്ള സമയമാണെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ട് നിങ്ങളത് ഫിക്സ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് 4ാം കാലത്തെക്കുറിച്ചാണ്. നമ്മൾ പറഞ്ഞു കർണാടക സംഗീതത്തിൽ നമ്മൾ ഈ സപ്തസ്വരങ്ങളും വരിസകളും എല്ലാം പാടുന്ന രാഗം മായാ മാളവ ഗൗള രാഗമാണ്. കർണാടക സംഗീതത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള 72 രാഗങ്ങൾ അതിൻ്റെ ഒരു ടേബിൾ, ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ 15ാമത്തെ രാഗമാണ് മായാ മാളവ ഗൗള രാഗം. പിന്നെ നമ്മൾ അടിക്കുന്ന താളം ആദി താളം, 8 ബീറ്റ്സ്. അത് നമ്മളെങ്ങനെ അടിക്കണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതിൻ്റെ നോട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളതൊക്കെ എഴുതിയെടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 1ാം കാലം നമ്മൾ പാടുന്നത് എങ്ങനെയാണ്, 2ാം കാലം, 3ാം കാലം എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്കത് പറഞ്ഞു തന്നു, ഞാനത് പാടിത്തന്നു. നിങ്ങളതെല്ലാം നോക്കിയിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്കത് ഒന്നുകൂടെ 1ാം കാലവും 2ാം കാലവും ഒന്ന് പാടിയതിന് ശേഷം 4ാം കാലത്തിലേക്ക് വരാം. അപ്പോഴേ കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. അപ്പോൾ 1ാം കാലം ഒന്ന് പാടാം. സരി ഗ മ പ ധ നീ
sa sa ni dha pa ma ga re sa. രണ്ട് sa di ga ma pa dha ni sa sa ni dha pa ma ga re sa sa re ga ma pa dha ni sa sa ni dha pa ma ga re sa. മൂന്ന് സ രി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ സ രി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ സ രി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ സ രി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ. നമ്മൾ മൂന്നാം കാലം വരെ പാടി കഴിഞ്ഞ ക്ലാസ്സിൽ, അതാണ് ഇപ്പോൾ പാടിയത്. ഇനി നാലാം കാലം, ഫോർത്ത് സ്പീഡ്. അത് മൂന്നാം കാലം ഒരടിക്ക് 4 സ്വരമാണ്. അപ്പം നാലാം കാലം അതിൻ്റെ ഇരട്ടിയാണ് വരിക. 4 + 4 8. ഒരടിക്ക് 8 സ്വരം. സരിഗമ പദനിസ 8 സ്വരമാണല്ലോ. അപ്പോൾ ഒരടിക്ക് സരിഗമ പദനിസ സനി ദ പ മ ഗ രി സ സരിഗമ പദനിസ സനി ദ പ മ ഗ രി സ സരിഗമ പദനിസ സനി ദ പ മ ഗ രി സ സരിഗമ പദനിസ സനി ദ പ മ ഗ രി സ. അപ്പോൾ 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 8 നോട്ടായി. സരി ഗമ പദനിസ 8 സ്വരം. അപ്പോൾ ഒരു ബീറ്റിൽ നമ്മൾ സരിഗമ പദനിസ എന്ന് പാടിപ്പോണം. അതുപോലെ ഒരു ബീറ്റിൽ സനി ദ പ മ ഗ രി സ. അപ്പോൾ നമ്മൾ ഒരു താളം നോക്കിയോ. സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ. ഇപ്പൊ തന്നെ നമ്മൾ 2 തവണ സരിഗമ പ ധ നി സ സനി ധ പ മ ഗ രി സ അത് പാടിക്കഴിഞ്ഞു. അപ്പൊ മൊത്തം 4 പ്രാവശ്യം സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ. 1 സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ. 2 സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ. 3 സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ. അപ്പൊ നമ്മൾ ഒരു താളത്തിൽ തന്നെ 4 തവണ ആരോഹണവും അവരോഹണവും പാടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഒന്നാം കാലത്തിൽ എങ്ങനെയായിരുന്നു? 2 താളവട്ടത്തിലായിട്ടാണ്. ഒരു താളത്തിൽ ആരോഹണം പാടി, രണ്ടാമത്തെ താളത്തിൽ അവരോഹണം പാടി. രണ്ടാം കാലം വന്നപ്പം ഒരു താളത്തിൽ തന്നെ ആരോഹണവും അവരോഹണവും കഴിഞ്ഞു, ഒരു താളവട്ടത്തിൽ തന്നെ. ഇപ്പം നമ്മൾ മൂന്നാം കാലം വന്നപ്പോഴോ 2 തവണ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോഹണം അവരോഹണം 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാൻ സാധിച്ചു ഒരു താളത്തിൽ. ഇനി നമ്മൾ നാലാം കാലം വരുമ്പോൾ ഒരു താളത്തിൽ തന്നെ 4 പ്രാവശ്യം ആരോഹണവും അവരോഹണവും നമുക്ക് പാടാൻ സാധിക്കും. സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ. അപ്പം സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ. അതാണ് നാലാം കാലം. ഒരടിക്ക് താളത്തിൻ്റെ ഒരു താളാക്ഷരത്തിൽ 8 സ്വരങ്ങൾ പാടുക. അപ്പം ആരോഹണത്തിലും അവരോഹണത്തിലും നമ്മൾ 8 സ്വരം വെച്ച് പാടിക്കഴിഞ്ഞാൽ നാലാം കാലത്തിൽ നമുക്ക് 4 തവണ ഒരു താളത്തിൻ്റെ ഉള്ളിൽ തന്നെ പാടാൻ സാധിക്കും. അതാണ് ഒരടിക്ക് 8 സ്വരം, അല്ലെങ്കിൽ താളത്തിൻ്റെ ഒരു താളാക്ഷരത്തിൽ
8 സ്വരങ്ങൾ പാടുന്ന മെത്തേഡിനെയാണ്, ആ രീതിയാണ് നമ്മൾ 4-ാം കാലം എന്ന് പറയുന്നത്. അപ്പോൾ 1-ാം കാലം എന്ന് പറഞ്ഞാൽ താളത്തിൻ്റെ ഒരടിക്ക് ഒരു സ്വരം. 2-ാം കാലം താളത്തിൻ്റെ ഒരടിയിൽ 2 സ്വരം. ശ്രദ്ധിച്ചോണം, താളം എപ്പോഴും ഒരടിയാണ്, ഒരേപോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. താളം സ്പീഡ് കൂടില്ല, സ്പീഡ് കൂട്ടരുത്. നമ്മൾ പാടുന്നതിൽ മാത്രമാണ് നമ്മൾ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. 2-ാം കാലം താളത്തിൻ്റെ ഒരടിയിൽ 2 സ്വരം. 3-ാം കാലം താളത്തിൻ്റെ ഒരടിയിൽ 4 സ്വരം. ഇനി 4-ാം കാലം താളത്തിൻ്റെ ഒരടിയിൽ 8 സ്വരം. സരി ഗ മ പ ധ നി സ സനി ധ പ മ ഗ രി സ. മനസ്സിലായോ? അപ്പം 1, 2, 3 കാലങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാടി. അപ്പം നമുക്ക് ഈ പ്രാവശ്യം ഒന്നുകൂടെ 4-ാം കാലം പാടി നോക്കാം. സരി ഗ മ പ ധ നി സ സനി ധ പ മ ഗ രി സ സരി ഗ മ പ ധ നി സ സനി ധ പ മ ഗ രി സ സരി ഗ മ പ ധ നി സ സനി ധ പ മ ഗ രി സ സരി ഗ മ പ ധ നി സ സനി ധ പ മ ഗ രി സ. ഒന്നുകൂടെ പറയാം. സരി ഗ മ പ ധ നി സ സനി ധ പ മ ഗ രി സ സരി ഗ മ പ ധ നി സ സനി ധ പ മ ഗ രി സ സരി ഗ മ പ ധ നി സ സനി ധ പ മ ഗ രി സ സരി ഗ മ പ ധ നി സ സനി ധ പ മ ഗ രി സ. അപ്പം നിങ്ങൾക്ക് എത്ര ആദ്യം 1-ാം കാലം പാടി കറക്റ്റ് ചെയ്യുക, പിന്നെ 2-ാം കാലം പാടി കറക്റ്റ് ചെയ്യുക, പിന്നെ 3-ാം കാലം പാടി കറക്റ്റ് ചെയ്യുക. 3-ാം കാലം നിങ്ങൾ പാടുന്നതും താളവും നിങ്ങൾ പാടുന്ന സ്വരസ്ഥാനങ്ങളും ട്യൂണും നിങ്ങൾക്ക് കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ 4-ാം കാലം ഇപ്പോൾ പാടണ്ട. അത് ഓട്ടോമാറ്റിക്കലി വന്നോളും. പക്ഷെ നിങ്ങൾ അതിൻ്റെ ആ ഒരു കണക്ക് അറിഞ്ഞ് എങ്ങനെയാണിത് പാടുക, താളത്തിൻ്റെ കൂടെ ഇതെങ്ങനെ പാടുന്നത് എന്നുള്ളതൊരു കണക്ക് ഞാൻ ആ ഒരു ക്ലാസ്സിൻ്റെ ആ ഒരു ഓർഡർ വെച്ച് പറയുന്നതേ ഉള്ളൂ. നിങ്ങൾ 4-ാം കാലം ഉടനെ തന്നെ പ്രാക്ടീസ് ചെയ്യണമെന്ന് ആവശ്യമില്ല. നിങ്ങൾ 1, 2, 3 കാലങ്ങൾ നല്ലപോലെ താളമടിച്ച് പാടി തറവായാൽ മാത്രം 4-ാം കാലം ശ്രമിച്ചാൽ മതി, ട്രൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മളറിയില്ല, സ്വരസ്ഥാനം തെറ്റിപ്പോകും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, നമ്മുടെ ആദ്യം തൊട്ടെല്ലാം നമ്മൾ ഇത് പുതിയതായിട്ട് ക്ലാസ് കേൾക്കുന്നവരാണെങ്കിൽ അതുകൊണ്ടാണ് നമ്മളെല്ലാം ഇങ്ങനെ വീണ്ടും 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 പറയുന്നത്. നമ്മൾ പഠിക്കുന്ന സംഗീതം കർണാടക സംഗീതം, അതിൻ്റെ അടിസ്ഥാന സ്വരങ്ങൾ ബേസിക് നോട്ട്സ് 7 എണ്ണം. അതിന് പറയുന്ന പേരാണ് സപ്തസ്വരങ്ങൾ. സ രി ഗ മ പ ധ നി. അതിനെ നമ്മൾ ആരോഹണത്തിലും അവരോഹണ ക്രമത്തിലുമാണ് പാടുക. ആരോഹണം എന്ന് പറഞ്ഞാൽ സരി ഗ മ പ ധ നി സ, താഴെ നിന്ന് മുകളിലേക്ക് പാടുക. അവരോഹണം എന്ന് പറഞ്ഞാൽ സനി ധ പ മ ഗ രി സ, മുകളിൽ നിന്ന് താഴത്തേക്ക് പാടുക. പിന്നെ നമ്മൾ പറഞ്ഞു, നമ്മൾ പഠിക്കുന്ന താളം ആദി താളം, അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിനൽ പേര് ചതുരസ്ര ജാതി ത്രിപുട താളം എന്നാണ്. അത് 8 ബീറ്റാണ്. അത് അടി, ഫസ്റ്റ് ഫിംഗർ, സെക്കൻഡ് ഫിംഗർ, തേർഡ് ഫിംഗർ, അടി, വീച്ച്, അടി, വീച്ച്. അത് വലത്തെ കൈ ഇങ്ങനെ വൃത്തിയായിട്ട് പിടിച്ചിട്ട് വലത്തെ കാലിൻ്റെ തൊടയിലാണ് താളം അടിക്കേണ്ടത്. നിങ്ങൾ നല്ല വൃത്തിയായിട്ട് ചമ്രമടം ഇരുന്ന് വൃത്തിയായിട്ട് അങ്ങനെ ഇരുന്നാണ് ഇത് പ്രാക്ടീസ് ചെയ്യേണ്ട മെത്തേഡ്. അങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നമ്മൾ പറഞ്ഞു, കർണാടക സംഗീതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന രാഗം മായ മാളവ ഗൗള രാഗവും അടിസ്ഥാന താളം ആദി താളവുമാണ്. അതിലാണ് നമ്മൾ കർണാടക സംഗീതം തുടങ്ങുന്നതും. നമ്മുടെ ആദ്യമായിട്ടുള്ള നമ്മുടെ പ്രാഥമികമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള വരിശകൾ, അലങ്കാരങ്ങൾ, സപ്തസ്വരങ്ങൾ, ഇതെല്ലാം നമ്മൾ പാടുന്നത് മായ മാളവ ഗൗള രാഗത്തിലാണ്. നമ്മൾ ഈ വരിശകളും അലങ്കാരങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മൾ ഗീതം എന്ന് പറഞ്ഞ ഒരു സെഗ്മെന്റിലേക്ക് മാറുമ്പോഴാണ് നമ്മൾ ശരിക്ക് നമ്മുടെ രാഗം മാറുക. അതുവരെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഈ മായാ മാളവ ഗൗള രാഗത്തിലാണ്. സപ്തസ്വരങ്ങൾ, സരളി വരിശകൾ, മധ്യസ്ഥായി വരിശകൾ, ജണ്ട വരിശകൾ, വക്രജണ്ട വരിശകൾ, ധാട്ട വരിശകൾ, താരസ്ഥായി വരിശകൾ, മന്ത്രസ്ഥായി വരിശകൾ, അലങ്കാരങ്ങൾ, ഇത്രയും എക്സർസൈസ് എല്ലാം നമ്മൾ പാടുന്നത് ഈ മായാ മാളവ ഗൗള രാഗത്തിലാണ്. പിന്നെ അലങ്കാരങ്ങൾ വരുമ്പോൾ മാത്രം നമ്മൾ താളം മാറും. അത് താളങ്ങളുടെ ഒരു എക്സർസൈസാണ്. സപ്ത താള അലങ്കാരങ്ങൾ, സപ്തസ്വരങ്ങൾ പോലെ തന്നെ 7 താളത്തിലുള്ള ഒരു താളത്തിൻ്റെ പ്രാക്ടീസാണ് സപ്തതാള അലങ്കാരങ്ങൾ. അവിടെ വരുമ്പോഴാണ് താളം മാറുക. പക്ഷെ അന്നപ്പോഴും രാഗം മാറുന്നില്ല.
രാഗം മാറുന്നത് നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തുടക്കത്തിലുള്ള ഒരു സ്വരവും സാഹിത്യവും പാട്ടും കൂടെ വരുന്ന പോലുള്ള ലെസൺസ് തുടങ്ങുന്നത് ഗീതം എന്ന് പറഞ്ഞ ഒരു ലെസണിലാണ് തുടങ്ങുക. അവിടെ നിന്നാണ് നമ്മുടെ രാഗം മാറി തുടങ്ങുക. അപ്പോൾ അതുവരെ നമ്മൾ ഇതേ രാഗത്തിൽ തന്നെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പം എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം 1, 2, 3 കാലങ്ങൾ നല്ലപോലെ വീണ്ടും പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. പാടി തറവാക്കിയതിന് ശേഷം മാത്രം 4ാം കാലം നിങ്ങൾ ശ്രമിച്ചാൽ മതി. ട്രൈ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ അറിയില്ലാതെ തെറ്റി പഠിക്കരുത്. പഠിക്കുന്നത് കുറച്ചാണെങ്കിലും ഉള്ളത് വൃത്തിയായിട്ട് പഠിക്കുക. നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് ഉറപ്പിച്ച് പഠിക്കുക. നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് എൻ്റെ വാട്സപ്പ് നമ്പർ ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ആ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കുകയോ കോൺടാക്ട് ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒന്ന് കമൻറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുകയോ എന്നോട് സംസാരിക്കുകയോ ചെയ്യാം. നമ്മുടെ ടൈമിനനുസരിച്ച് നിങ്ങൾ കൃത്യമായി നമ്മൾ ഉത്തരം തരുന്നതായിരിക്കും. അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഈ 4 കാലങ്ങളൊന്നും ശരിയായിട്ട് വേണം നമുക്ക്. ഇനി നമ്മളിതിനെ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്? ഇത് നമ്മൾ സ്വരങ്ങളും സ്വരസ്ഥാനങ്ങളും പഠിക്കാനുള്ളതാണ്. ഇനി നമ്മളൊരു പാട്ടുകാരൻ, ഒരു പാട്ട് പഠിക്കുന്നയാൾ, പാടണമെന്ന് ആഗ്രഹമുള്ള ഒരാൾ നമ്മുടെ ത്രോട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ, ഒന്ന് ഫ്ലെക്സിബിൾ ആക്കാൻ നമ്മൾ എന്തെല്ലാമാണ് സാധകം ചെയ്യേണ്ടത്, ഈ സ്വരങ്ങളെ നമ്മൾ എങ്ങനെയൊക്കെയാണ് പാടേണ്ടത് എന്നുള്ള മെത്തേഡ് എന്നുള്ള രീതികൾ നമ്മൾ ഇനി വരും ക്ലാസ്സുകൾ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. അതിനു മുമ്പായിട്ട് ഈ 4 കാലങ്ങൾ നിങ്ങൾ നല്ലപോലെ ഒന്ന് തറവാക്കി വെക്കണം. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്ത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളെ അറിയിക്കണം. അപ്പോൾ നന്നായിട്ട് എല്ലാവരും ഫോളോ ചെയ്ത് ക്ലാസ് വൃത്തിയായിട്ട് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോവുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.